ICUന്ന് പോലും ആളുകൾ വിളിച്ചു പറഞ്ഞിട്ട് ഇവിടെ വഴിപാട് ചെയ്തിട്ട് പിന്നീട് അവർ തിരിച്ചു വന്ന് സുഖം പ്രാപിച്ച് തിരിച്ചു വന്ന് ഇവിടെ വന്ന് തൊഴുതിട്ട് ഭഗവാനോട് നന്ദി പറഞ്ഞ അവസ്ഥ കുറേ ഉണ്ടായിട്ടുണ്ട്. നമസ്കാരം. ഞാനെന്നുള്ളത് പാലക്കാട് ജില്ലയിലെ ഒരേ ഒരു ശിവൻ്റെ വൈദ്യനാഥ ഭാവത്തിലുള്ള ക്ഷേത്രമായിട്ടുള്ള പരുതൂർ വൈദ്യനാഥ മഹാദേവ ക്ഷേത്രത്തിലാണ്. കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം ക്ഷേത്രങ്ങളാണ് വൈദ്യനാഥ ഭാവത്തിൽ ശിവൻ കുടികൊള്ളുന്നുള്ളത്. ആ പരുതൂർ വൈദ്യനാഥ ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ ക്ഷേത്രം ഒരു പുനരുദ്ധാരണത്തിൻ്റെ പാതയിലാണ്. ഒരു 3-4 വർഷമായിട്ടാണ് ഈ ക്ഷേത്രം, ഒരു മഹാക്ഷേത്രമായിരുന്നു ഇത്. വർഷങ്ങളുടെ പാരമ്പര്യം, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് പള്ളിപ്പുറത്താണ് പരുതൂർ വൈദ്യനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാട്ട് ദർശനമായി വൈദ്യനാഥ ഭാവത്തിൽ ശിവൻ കുടികൊള്ളുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. 3 തട്ടുകളുള്ള വലിയ ശ്രീകോവിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഈ ക്ഷേത്രം, അതായത് പൂർവികമായി എന്ന് പറയുന്നത് നമ്മളിതിൽ കാട് മൂടി കിടന്നിരുന്ന ഒരു അവസ്ഥയിൽ നമ്മളിത് കാണുന്നത്. മരങ്ങളുടെ ഇടയിൽ ഒരു ബിംബം, വലിയൊരു ബിംബം, വലിയ ശിവലിംഗമാണ്. അത് ഒരു 4.5 അടിയോളം വലിപ്പമുണ്ട് ആ ശിവലിംഗം. 3 തട്ടുകളായിട്ടാണ് ആ ശിവലിംഗം. അപ്പം നമ്മൾ ഇത് രാജീവ്ജി അഗസ്ത്യമൽ എന്ന അദ്ദേഹം ക്ഷേത്ര മാർഗദർശിയാണ്. അദ്ദേഹം പല ക്ഷേത്രങ്ങളും ഈ ക്ഷേത്രം നമ്മൾ ഇവിടുത്തെ ഈ ശിവലിംഗം ആദ്യമായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇതിനെ എത്തുന്നത് എങ്ങനെയാണ്? നമ്മളെ കുട്ടിക്കാലത്തും ഇതൊക്കെ ഉണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ഒരു അവശിഷ്ടമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അതാരും ശ്രദ്ധിച്ചിട്ടില്ല അത്. കാരണം കുറെ ആൾക്കാർ ഇങ്ങനെ കാട് മൂടിയാണ്, പിന്നെ അങ്ങനെ പോവാറില്ല. അപ്പോൾ ഇത് പിന്നെ നമ്മൾ ഇത് ക്ഷേത്രമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിൽ കൂടുതൽ ശ്രദ്ധ തുടങ്ങി. അങ്ങനെ 2020 നമ്മളിതിൻ്റെ ഒരു പുതിയൊരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി മുഖാന്തരമാണ്, രാജുവേട്ടൻ്റെ അധ്യക്ഷതയിലാണ് ഈ കമ്മിറ്റി ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് അതിൽ നിന്ന് ഒരു പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ തെരഞ്ഞെടുത്തിട്ടാണ് നിർമ്മാണമായി നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ ശിവലിംഗത്തിന്റെ ഒരു പ്രത്യേകത ഇപ്പൊ ഇവിടെ വൈദ്യനാഥ ഭാവമാണ്. അതായത് കേരളത്തിലെ വളരെ അപൂർവമാണ് അല്ലെ, 1-2 ക്ഷേത്രങ്ങളെയാണ്. അത് ആരാണ്, എങ്ങനെയാണ് അതിലേക്ക് ഒരു ഇതിൽ നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ നമ്മളിതിന് ആദ്യം ഒരു സ്വർണ്ണ പ്രശ്നം നടത്തുന്നുണ്ടായി. മുല്ലപ്പള്ളി നാരായണ നമ്പൂതിരിയും പിന്നെ കണ്ണൂരുള്ള പ്രേമരാജൻ പറഞ്ഞ അദ്ദേഹം കൂടി വന്നിട്ട് ഒരു 3 ദിവസം ഇവിടെ അഷ്ടമംഗല്യ പ്രശ്നം നടത്തി. അതിൽ നിന്നാണ് ഇത് ഈ മറ്റേ മഹാദേവൻ വൈദ്യനാഥ ഭാവത്തിലായിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഊരാളന്മാർ, അതായത് ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട മൂസത്ത് വിഭാഗക്കാരാണ്. അവരാണിത് ഊരാളന്മാർ കൊടുത്തത്. അപ്പോൾ ഒരു കാലത്ത് കർണാടകത്ത് ഇല്ലെന്നൊക്കെയാണ് ഇതിൽ പറയപ്പെടുന്നത്. ശരിയായ ഒരു വിവരണം നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ പ്രശ്നവശത്തിലാണ് ഇതൊക്കെ ഈ ഭാവത്തിൽ ഭഗവായിരിക്കുന്നത് പറയുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ ഏക ക്ഷേത്രം എന്ന് പറയാം. കാരണം എന്തായാലും 2 ക്ഷേത്രങ്ങളാണ് നമ്മളെ ചേരാനെല്ലൂരും കാഞ്ഞിരങ്ങാട്, കണ്ണൂർ ജില്ലയിൽ കാഞ്ഞിരങ്ങാടും മാത്രമാണ് വൈദ്യനാഥ ക്ഷേത്രത്തിൽ. 2 നിലയാണ്, അത് കിഴക്കോട്ട തിരിഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്നത് 3 നിലകളുള്ള കേരളത്തിലെ ഏക 3 നിലകളാണ്. അപ്പോൾ ഏക ശിവക്ഷേത്രം, അതായത് വൈദ്യനാഥ ഭാവത്തിലിരിക്കുന്ന ഏക ക്ഷേത്രം ഈ നമ്മളെ പരുതൂരാണ് ഉള്ളത്. അപ്പോൾ അത് ഈ 3 നിലയും പറഞ്ഞത്, താഴത്തെ നില പറഞ്ഞത് 16 ശാലാകൂടം കൂടിയതാണ്. 16 ശാലാകൂടം മുഖായാമം കൂടിയിട്ടുള്ള ക്ഷേത്രമാണ്. ഈ മുഖായാമത്തിൽ തന്നെ നമ്മൾ 3 മറ്റേ വാതിലുകൾ വരുന്നുണ്ട്. മൊത്തത്തിൽ ബാക്കിലൊരു വാതിലിന് വേറെ വരുന്നുണ്ട്, തെക്ക് ഭാഗത്തൊരു വാതിൽ വരുന്നുണ്ട്. അങ്ങനെയാണ് പടിഞ്ഞാറ് ഭാഗത്ത്. ഇപ്പം ഇനി ഒരു നാലമ്പലം എന്ന് പറയുന്നത് 24 കരിങ്കൽ തൂണുകളാണ്. അത് അതിൻ്റെ ഉള്ളിൽ 24 കരിങ്കൽ തൂണുകൾ കൂടിയിട്ടാണ് ഈ നാലമ്പലത്തിൻ്റെത്. അതൊക്കെ പണിയെടുക്കും. വലിയമ്പലം 2 നിലകളിലാണ്. അങ്ങനെ തിടപ്പള്ളി, മുളയറ ഇതൊക്കെ കൂടിയതാണ് നമ്മളെ നാലമ്പലം. വലിയൊരു ക്ഷേത്രമാണ്. അതായത് നമ്മൾ പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ്. കേരളത്തിലെ ഏക വൈദ്യനാഥ ക്ഷേത്രമാണ്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം നൽകുന്ന ക്ഷേത്രം. അപ്പോൾ അതിൽ വലിയൊരു പരിശ്രമത്തിലാണ് ഞങ്ങൾ. കാരണം ഒരു 4 കൊല്ലമായി ഞങ്ങളിതിൻ്റെ നിർമ്മാണത്തിൽ. ശരിക്കും വൈദ്യന്മാരുടെ വൈദ്യനാണ്. പ്രപഞ്ചത്തിലെ വൈദ്യനാണ്, പ്രപഞ്ച വൈദ്യനാണ്. അപ്പോൾ ഞങ്ങൾ പലരിലേക്ക് എത്തിക്കുകയാണത്. കുറേ ആൾക്കാർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അന്യമായി കൊണ്ടിരിക്കുന്ന ആചാരാനുഷ്ഠാന കലകളെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മളെ ലക്ഷ്യം. ഇപ്പൊ ക്ഷേത്രത്തിന്റെ 2 നിലകളുടെ മെയിൻ ശ്രീകോവിലിന്റെ പണിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീകോവിലിന്റെ പണിയാണ് നടക്കുന്നത്. ഇനി താഴത്തെ നില ഉള്ളതാണ് ഇപ്പൊ കല്ല് വന്നിട്ടുണ്ട്. അതിന്റെ ശാലാകൂടത്തിന്റെ തറക്കല്ലിന്റെ ഇത് അത്
പിന്നെ മുകളിൽ ഫുള്ള് മരം കൊണ്ടാണ്. ഏറ്റവും മൂന്നാമത്തെ നില വെറും മരം കൊണ്ടാണ്. അത് ഇനി അതിൽ 18 പന്തിക്കാല് വരും, വ്യാളി മുഖത്തോട് കൂടിയിട്ടാണ്. നമ്മൾ സാമ്പത്തിക പ്രശ്നം നമുക്കുണ്ട്, കുഗ്രാമത്തിലാണ്. ഒക്കെ ഈ ഇതിലുള്ള 33 അംഗ ക്ഷേത്ര കമ്മിറ്റിയും 1046 പേര് മാസസമിതിയും കൂടിയിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം. അതൊക്കെ തൊഴിലാളി വർഗത്തിൽപ്പെട്ടവരാണ്, തൊഴിലാളികളാണ് കൂടുതലും, സാധാരണക്കാരാണ് ഇതിൽ കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ടും പല സ്ഥലത്തും ഞങ്ങൾക്ക് ഓരോന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ ഈ കേരളത്തിലെ ഈ വൈദ്യനാഥന്റെ അമ്പലം അന്വേഷിച്ചിട്ട് ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ പലർക്കും അറിയില്ല ഇവിടെ ഉണ്ട്. ഇവിടെ ഇപ്പൊ നിങ്ങൾ തന്നെ ഇതിന്റെ അടുത്തുണ്ടായിട്ട് ഒരു 4 കൊല്ലമായിട്ടല്ലേ. വേറെ നമ്മൾ ഈ ഭാവി കാര്യങ്ങൾ പറഞ്ഞൊരു ട്രസ്റ്റാണ് നമ്മൾ രൂപ കൊടുക്കുന്നത്, അതായത് വൈദ്യനാഥ ചാരിറ്റബിൾ ട്രസ്റ്റ്. ആ ട്രസ്റ്റിൽ നമ്മൾ വ്യവസായം അതുപോലെ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ക്ഷേത്രം എങ്ങനെയൊക്കെ പണിയും നിലനിർത്തിക്കൊണ്ട് വലിയൊരു ഘടകമാണ്. അപ്പം നമ്മൾ ഇതിൽ കൂടെ തന്നെ കുറേ വ്യവസായ സമുച്ചയങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ആൾക്കാരുണ്ടാവും, ആളുകൾ ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ ആൾക്കാരുണ്ട്. അതാണ് നമ്മൾ പ്ലാനിങ്. പിന്നെ ചാരിറ്റിയാണ്, ഒരു ഭഗവാന്റെ പേരിൽ കുറേ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക. ഇതൊക്കെയാണ് നമ്മളെ മുന്നോട്ടുള്ള ലക്ഷ്യങ്ങൾ. പ്രധാനപ്പെട്ട വഴിപാട് മൃത്യുഞ്ജോമം തന്നെയാണ്. എല്ലാ 30 തിങ്കളാഴ്ചകളിലും മൃത്യുഞ്ജോമം ഉണ്ടാവാറുണ്ട്. ദൂര സ്ഥലത്തുനിന്ന് പോലും നമുക്ക് വഴിപാടുകൾ ചെയ്യാൻ ആളുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രദോഷം, ഒരു മാസത്തിൽ 2 പ്രദോഷം വരവുണ്ട്. ആ 2 പ്രദോഷം ഗംഭീരമായി നമ്മൾ ആഘോഷിക്കാറുണ്ട്. പിന്നെ ഉമാശ്വര പൂജ, അത് ഓരോരുത്തരുടെ നക്ഷത്രത്തിന് ചെയ്യാം. പിന്നെ എല്ലാ ശിവക്ഷേത്രത്തിലും ചെയ്യുന്ന പോലെ ശംഖാഭിഷേകം, ധാര, കൂവളമാല എല്ലാ ദിവസവും ഉണ്ടാകും. ഒരു ദിവസം പോലും നമ്മൾ തെറ്റിച്ചിട്ടില്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ക്ഷേത്രത്തിനുണ്ട്. പിന്നെ ഈ അസുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വഴിപാടുകളും ഇവിടെ ചെയ്യലുണ്ട്. ICUന്ന് പോലും ആളുകൾ വിളിച്ചു പറഞ്ഞിട്ട് ഇവിടെ വഴിപാട് ചെയ്തിട്ട് പിന്നീട് അവർ തിരിച്ചു വന്ന് സുഖം പ്രാപിച്ച് തിരിച്ചു വന്ന് ഇവിടെ വന്ന് തൊഴുതിട്ട് ഭഗവാനോട് നന്ദി പറഞ്ഞ അവസ്ഥ കുറേ ഉണ്ടായിട്ടുണ്ട്.